ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പം എമ്പുരാന് ഞാനിപ്പം കണ്ടിട്ട് എൻ്റെ വെളിയിലോട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് കണ്ടത്. ഈ ഒരു രണ്ടാമത്തെ ദിവസം കണ്ടതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് എനിക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ഡേയിലുള്ള അമിത പ്രതീക്ഷ എല്ലാം മാറ്റി വെച്ചിട്ട് ഒരു സാധാ സിനിമ കാണാനാണ് ഞാൻ കയറിയത്. ടിക്കറ്റ് എടുത്തു പോയല്ലോ എന്നുള്ള ഒരു പേരിലാണ് വന്ന് കണ്ടത്. അങ്ങനെ വന്ന് കണ്ടിട്ട് സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. സിനിമ നല്ലൊരു സിനിമയാണ്. ഈ പറയുന്നതിന്റെ കൂട്ട് അത്ര മോശം സിനിമയെന്നൊന്നും പറയാൻ പറ്റില്ല. സിനിമ നല്ല ഡീസന്റ് ഒരു സിനിമയാണ്. അതിന്റെ ഒരു മേക്കിങ് ഫസ്റ്റ് തൊട്ട് എൻഡ് വരെയുള്ള ഒരു മേക്കിങ് നമുക്ക് എടുത്തു പറയണം. ഒരു ബോളിവുഡ് ലെവൽ സാധനം അല്ലെങ്കിൽ ഹോളിവുഡ് ലെവൽ സാധനം എന്നാണെങ്കിൽ ഈ സിനിമ നമുക്ക് ധൈര്യത്തോടെ കാണിക്കാം. എന്താണ് മലയാള സിനിമ എന്നുള്ളത് നമുക്ക് കാണിക്കാം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ലാലേട്ടൻ വരുന്ന ഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം രോമാഞ്ചം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ലാലേട്ടന് കിട്ടിയതിന്റെ അത്രയും തന്നെ രോമാഞ്ചം മഞ്ജു വാര്യറിനും കിട്ടുന്നുണ്ട്. അതൊക്കെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. സിനിമയുടെ A to Z ഡീറ്റെയിലിങ് അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഒരു സിനിമയുടെ ഇനിയിപ്പോൾ OTT വന്നു കഴിയുമ്പം സിനിമയുടെ ഡീറ്റെയിലിങ് വീഡിയോസ് വരും. ആ ഡീറ്റെയിലിങ് വീഡിയോസ് വന്നതിന് ശേഷം നിങ്ങൾ ഈ ഒരു സിനിമ എടുത്തു വെച്ച് വീണ്ടും കാണുവാണെങ്കിൽ ഈ സിനിമയ്ക്ക് കിട്ടുന്ന ഒരു ഫീല് വേറെ ആയിരിക്കും. കാരണം അതുപോലെയുള്ള ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു സിനിമയിൽ ഒരു റിവ്യൂ കണ്ടായിരുന്നു, ഇതിൽ ലാലേട്ടന്റെ ബ്രെയിനോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ലെന്ന്. അതൊക്കെ ഈ ഡീറ്റെയിലിങ് വീഡിയോ വന്നു കഴിയുമ്പം മനസ്സിലാവും ഇതൊരു ഫസ്റ്റ് തൊട്ട് എൻഡ് വരെ എങ്ങനെയാണ് ഇതിന്റെ പ്ലാന് കാര്യങ്ങളെല്ലാം പോകുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാവുന്ന ഒരു സിനിമ കൂടിയാണ്. സിനിമ എന്റെ ഒരു ഇത് വെച്ച് പറയുവാണെങ്കിൽ തീർച്ചയായും തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. സിനിമയ്ക്ക് നെഗറ്റീവ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു അമിത പ്രതീക്ഷയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കയറി കണ്ടോ. ലാലേട്ടൻ വരുന്ന ഇന്റർവെല്ലിന്റെ ആ ഭാഗം എത്തുമ്പോൾ എല്ലാം നല്ല രീതിയിലും ആണ് വന്നത്. അപ്പം ശരി ഫ്രണ്ട്സ്, ആരെങ്കിലും ഈ സിനിമ കാണാതിരിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി കണ്ടോ. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ബൈ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.